ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ജില്ലാ പൈതൃക മ്യൂസിയമായ ചെമ്മാട് ഹജൂർ കച്ചേരിയുടെ വഴിമുടക്കിയ വാഹനങ്ങൾ നീക്കം ചെയ്ത് തിരൂരങ്ങാടി പോലീസ്. സംഭവത്തിനെതിരെ യൂത്ത് ലീഗ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പോലീസ് നടപടി. കച്ചേരിക്ക് മുമ്പിൽ നിർത്തിയിട്ട ഓട്ടോയും ബൈക്കുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് നീക്കം ചെയ്തത്. മലബാറിന്റെ സംസ്കാരവും സ്വാതന്ത്ര്യസമര പൈതൃകവും കാർഷിക സംസ്കാരവും എല്ലാം ഉൾപ്പെടുത്തി മനോഹരമായി നിർമ്മിച്ച ജില്ലാ പൈതൃക മ്യൂസിയമായ ചെമ്മാട് ഹജൂർ കച്ചേരിക്ക് മുമ്പിലാണ് പോലീസ് തൊണ്ടി വാഹനങ്ങളും അപകട വാഹനങ്ങളുമെല്ലാം വ്യാപകമായി നിർത്തിയിട്ടിരുന്നത്. തിരൂരങ്ങാടി SHOക്ക് യൂത്ത് ലീഗ് നിവേദനം നൽകിയതോടെയാണ് പോലീസ് തങ്ങൾ സൃഷ്ടിച്ച വഴിമുടക്കം നീക്കം ചെയ്യാൻ തയ്യാറായത്. അമ്പതോളം ബൈക്കുകളും നിരവധി ഓട്ടോകളും അടക്കം നിർത്തിയിട്ടത് കാരണം ചരിത്രം മ്യൂസിയം കാണാനെത്തുന്നവർ വലിയ പ്രയാസം നേരിട്ടിരുന്നു. മ്യൂസിയത്തിലേക്കുള്ള വഴി പൂർണ്ണമായും അടയ്ക്കുന്ന തരത്തിലാണ് പോലീസ് വാഹനങ്ങളുണ്ടായിരുന്നത്. ഈ വാഹനങ്ങൾ മൂലം മ്യൂസിയത്തിലേക്ക് എത്തുന്നവർ വാഹനം പാർക്ക് ചെയ്യാൻ മറ്റ് സ്ഥലങ്ങൾ തേടി അലയേണ്ട അവസ്ഥയുമായിരുന്നു. പരാതി പരിഗണിച്ച് വാഹനങ്ങൾ നീക്കം ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും മലബാറിന്റെ സംസ്കാരവും ധാർമ്മികതയും സ്വാതന്ത്ര്യസമര പോരാട്ട സ്മാരകവുമായ മ്യൂസിയത്തിന് കോട്ടം തട്ടുന്ന നടപടികൾ അനുവദിക്കാനാകില്ലെന്നും തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി ഹജൂർ കച്ചേരിക്ക് മുമ്പിലുള്ള പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ നീക്കം ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമായ സംഗതിയാണ്. മലബാറിൻ്റെ സംസ്കാരവും അതുപോലെ തന്നെ പൈതൃകവും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മാരകമൊക്കെ ആയിട്ടാണ് ജില്ലാ പൈതൃക മ്യൂസിയം ഹജൂർ കച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ ഒരു അന്തസ്സത്തെ കളയുന്ന രൂപത്തിലായിരുന്നു പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ. ഏറെ ബൈക്കുകളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ കൂട്ടിയിട്ടിരുന്നത്. അത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ഇന്ന് നീക്കം ചെയ്തത്. ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായും ആ മലബാർ സ്മാരകത്തിൻ്റെ ആ പൈതൃകത്തിൻ്റെ ഒരു അന്തസ്സത്തേക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും യൂത്ത് ലീഗ് അനുവദിക്കില്ല. തീർച്ചയായിട്ടും അത് സംരക്ഷിച്ച് പോരേണ്ടതാണ്. 1921 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നമ്മുടെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ആ മ്യൂസിയം. ജില്ലാ പൈതൃക മ്യൂസിയമായി 2013 അത് ഉയർത്തപ്പെട്ടത്. അതിൻ്റെ ശേഷം നിരവധി സ്മാരകങ്ങൾ അതിനകത്ത് വരികയും അതിൻ്റെ നിർമ്മാണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതിന് പോലീസ് അധികാരികൾ കൂടി നമ്മോടൊപ്പം ചേർന്ന് അത് നീക്കം ചെയ്തതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെയാണ് വാഹനങ്ങൾ പോലീസ് സ്വമേധയാ നീക്കം ചെയ്തത്. 1921 സമരത്തിന്റെ സ്മരണാർത്ഥം സർക്കാർ ചരിത്ര സ്മാരകമായി സൂക്ഷിച്ചതാണ് ഹജൂർ കച്ചേരി. തിരൂരങ്ങാടിയിലെ സ്വാതന്ത്ര്യസമര പോരാളികളുടെ പോരാട്ട വീര്യത്തിന്റെ കഥ പറയുന്നതാണ് ഹജൂർ കച്ചേരി. ദീർഘകാലം തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഈ കെട്ടിടത്തിലായിരുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിലൂടെയാണ് കച്ചേരിയിലേക്കുള്ള വഴി എന്നതിനാൽ സ്റ്റേഷന് മുന്നിൽ നിർത്തുന്ന വാഹനങ്ങൾ വഴിമുടക്കികളായി മാറുന്നത് പതിവായിരുന്നു. കസ്റ്റഡിയിലെടുക്കുന്ന വാഹനങ്ങൾ കൂട്ടത്തോടെ വഴിയിൽ സൂക്ഷിക്കുന്നത് പതിവായതോടെയാണ് പോലീസ് വാഹനങ്ങൾ തലവേദനയായത്. എഡിറ്റർ ലൈവ്, തിരൂരങ്ങാടി. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.